ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബൈങ് ഷെൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന വൾണറബിലിറ്റിയെ കുറിച്ചാണ്. ഇത് സംഭവിക്കുന്നത് മിസ്കോൺഫിഗറേഷൻ എന്നൊരു വൾണറബിലിറ്റി വഴിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ എന്ന് ആദ്യം പറയാം. ഈ സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ്റെ സെക്യൂരിറ്റി സിസ്റ്റങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല എങ്കിലാണ് ഈ ഒരു വൾണറബിലിറ്റി സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അതായത് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഡീഫോൾട്ടായിട്ട് തന്നെ ചെയ്തിടുകയാണെങ്കിൽ ഈ ഒരു വൾണറബിലിറ്റി സംഭവിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ലോഗിൻ പേജ് ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഡീഫോൾട്ടായിട്ട് അഡ്മിന് യൂസർ റൂട്ട് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ഡീഫോൾട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിടുന്നതാണ് ഈ സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ്റെ കീഴിൽ വരുന്നത്. അതൊരു എക്സാമ്പിൾ മാത്രമാണ്. അങ്ങനെ സെക്യൂരിറ്റി കാര്യമായിട്ട് എൻഷുർ ചെയ്തില്ല എങ്കിലാണ് ഈ ഒരു വൾണറബിലിറ്റി അറൈസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ ടൈപ്പ് ഒരു വൾണറബിലിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്താണ് നമ്മൾ ബൈങ് ഷെൽ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ സർവീസ് വേർഷൻ സ്കാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ചലഞ്ച് പോലെ തരികയാണ്. ഞാനിപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഈ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ സർവീസ് വേർഷൻ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വേർഷനും സർവീസും കാണുമ്പോൾ തന്നെ അവിടെ ഒരു വൾണറബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്ര എണ്ണത്തിൽ നമുക്ക് ഒരു സർവീസ് കാണുമ്പോൾ തന്നെ അതൊരു വൾണറബിലിറ്റി ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതേതാണോ ഒന്ന് കണ്ടുപിടിക്കാമോ? ഞാനൊരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പോർട്ട് നമ്പർ 1524 ബൈങ് ഷെൽ റൺ ആവുന്നുണ്ട്. അതിൻ്റെ വേർഷൻ നമുക്ക് കാണാം, മെറ്റസ്പ്ലോയിറ്റബിൾ റൂട്ട് ഷെൽ. ഈ ഒരു വേർഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പന്തികേട് തോന്നും. കാരണം ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ സർവീസും കാര്യങ്ങളും ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് മെറ്റസ്പ്ലോയിറ്റബിൾ റൂട്ട് ഷെല്ല്, അതുപോലെ സർവീസ് എന്ന് പറയുന്നത് ബൈങ് ഷെൽ. ബൈങ് ഷെൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ പ്രത്യേക ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു ബൈങ് ഷെൽ റിവേഴ്സ് ഷെൽ എന്താണെന്ന്. നമുക്കറിയാം ബൈങ് ഷെല്ലിൻ്റെ കേസിൽ നമ്മുടെ ടാർഗറ്റിൻ്റെ പോർട്ട് ഓപ്പൺ ആയിരിക്കും. അതിലേക്ക് നമ്മുടെ കാലിനെക്സിൽ നിന്ന് കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സക്സസ്ഫുൾ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കേസിൽ ഇവിടെ റൺ ആവുന്ന വേർഷൻ എന്ന് പറയുന്നത് മെറ്റസ്പ്ലോയിറ്റബിൾ റൂട്ട് ഷെല്ലാണ്, അതായത് റൂട്ട് ആക്സസ് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഒതൻറ്റിക്കേഷൻ സിസ്റ്റം ഇല്ല എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ 1524 എന്ന പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മിസ്കോൺഫിഗറേഷനിൽ വരുന്ന വളരെ ക്രിട്ടിക്കലായ ഒരു വൾണറബിലിറ്റി ആണ് ഇതെന്ന് പറയുന്നത്. ഇതിങ്ങനെ പബ്ലിക്കായിട്ട് എക്സ്പോസ് ചെയ്യാൻ പാടില്ല. ഇവിടെ അത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു വൾണറബിലിറ്റി ഒരു റിയൽ ടൈമിൽ വരാൻ സാധ്യത വളരെ കുറവാണ്. ബട്ട് ഇൻ കേസ് വരാനും നല്ല ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ആ അഡ്മിനിസ്ട്രേറ്ററിന് ഇപ്പോൾ അയാൾക്ക് അയാളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു പോർട്ട് ഓപ്പൺ ചെയ്തിട്ടിരിക്കാം. പക്ഷേ അവിടെ അയാൾ ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്തിരിക്കണം. ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ആർക്ക് വേണമെങ്കിലും, ഒരു അറ്റാക്കറിന് വേണമെങ്കിൽ ഇതുപോലെ എൻമാപ്പ് സ്കാൻ ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ പോർട്ട് ഓപ്പൺ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കണക്ട് ചെയ്തിട്ട് ആക്സസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു കേസ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് കരുതി നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബൈങ് ഷെല്ലിനെ എങ്ങനെ ഇത് നമുക്ക് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വൾണറബിലിറ്റി ആണിത്. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നമ്മുടെ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് ഒന്നും തന്നെ യൂസ് ചെയ്യില്ല ഈ ഒരു പർട്ടിക്കുലർ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്. പകരം നമ്മൾ മറ്റൊരു ടൂളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആ ടൂളിൻ്റെ പേരാണ് എടുക്കാം, നെറ്റ് ക്യാറ്റ്. ഇതാണ് ആ ടൂൾ എന്ന് പറയുന്നത്. ഈ നെറ്റ് ക്യാറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്, അതായത് ഒരു ടാർഗറ്റിലേക്ക് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നെറ്റ് ക്യാറ്റ് എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് TCP ആൻഡ് UDP കണക്ഷൻ വഴിയാണ്. അപ്പോൾ നമുക്ക് ഈ നെറ്റ് ക്യാറ്റ് എക്സിക്യൂട്ട് ചെയ്യണ കമാൻഡ് നെറ്റ് ക്യാറ്റ് എന്ന് കൊടുക്കാം. ഓൾസോ NC എന്ന് കൊടുത്തു കഴിഞ്ഞാലും നെറ്റ് ക്യാറ്റിൻ്റെ ഷോർട്ട് ഫോം ആണ്. നമുക്ക് -H കൊടുത്തിട്ട് അതിൻ്റെ ഹെൽപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പല ഓപ്ഷൻ കാണാം. നമുക്ക് ആദ്യം കാണാം എൻ്റെ വേർഷൻ നമ്പർ. ഓൾസോ ഇത് 2 ഓപ്ഷൻ ഉണ്ട്. കണക്ട് ടു സംവെയർ, അതായത് ഒരു ടാർഗറ്റിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ലിസൺ ഫോർ ഇൻബൗണ്ട്, അതായത് ലിസൺ ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ കാലിനെക്സ് ഇരുന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് ലിസൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ റിവേഴ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ലിസൺ ചെയ്യുന്ന പോലെ തന്നെ ബൈങ് ഷെൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും.
അതേപോലെ 2 ഓപ്ഷനും ഈ നെറ്റ്കാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബൈൻ ഷെല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ ഇത് റൺ ചെയ്യാനുള്ള കമാൻഡ് ഓൾസോ നമുക്ക് കാണാം, nc സ്പേസ് എന്തെങ്കിലും ഓപ്ഷൻസ്, അതായത് ഏതെങ്കിലും ഓപ്ഷൻ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാം. നമ്മുടെ കേസിൽ അതില്ല. അതേപോലെ തന്നെ ഹോസ്റ്റ് നെയിം, അതായത് നമ്മുടെ ടാർഗറ്റിൻ്റെ IP അഡ്രസ്സ്, അതേപോലെ തന്നെ അതിൻ്റെ പോർട്ട് നമ്പർ. ഈ കേസിൽ നമ്മുടെ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1524 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് nc യൂസ് ചെയ്ത് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടാബിൽ തന്നെ ക്ലിയർ ചെയ്യാണിത്. എന്നിട്ട് നമുക്ക് നെറ്റ്കാറ്റ് യൂസ് ചെയ്ത് ആ ഒരു റൂട്ട് ഷെൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കാം. അപ്പോൾ അതിൻ്റെ കമാൻഡ് എന്തായിരുന്നു? nc സ്പേസ് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ്, അതായത് 192.168.1.13 ആണ് എൻ്റെ IP അഡ്രസ്, സ്പേസ് ആ പർട്ടിക്കുലർ പോർട്ട് നമ്പർ, അതായത് 1524 കൊടുത്തു നോക്കാം. 1524 ഇതാ നമുക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടി. അവിടെ യാതൊരു തരത്തിലുള്ള ഓത്തൻറ്റിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ root@metasploitable-ലേക്ക് കണക്ഷൻ കിട്ടി. ഇനി നമുക്കിത് കണക്ഷൻ ശരിയാണോ ഇല്ലയോ നോക്കാം. അതായത് നമുക്ക് whoami എന്ന കമാൻഡ് യൂസ് ചെയ്ത് നോക്കാം. അല്ലേ, നമുക്ക് റൂട്ട് ആക്സസ് ആണ് കിട്ടിയിരിക്കുന്നത്. LS കൊടുത്ത് നോക്കിയാലോ. ഇതാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ലിസ്റ്റ് ആവുന്നുണ്ട്. ഇതാ ടെസ്റ്റ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ mkdir കമാൻഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഡയറക്റ്റ് ആയ ടെസ്റ്റ്, അത് ഓൾസോ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത്രയും മെനക്കെട്ട് ചെയ്തതാണ്, പക്ഷേ ഇവിടെ നമ്മളത് വളരെ എളുപ്പത്തിൽ ചെയ്തു അല്ലേ. പക്ഷേ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇതൊരിക്കലും ഒരു ടെക്നിക്കൽ എററല്ല, ഇത് ഒരു ഹ്യൂമൻ എററാണ്. നമ്മൾ ടെക്നിക്കലായിട്ട് ഇവിടെ ഒന്നും തന്നെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ഇതൊരു മനുഷ്യൻ തൻ്റെ തെറ്റ് കൊണ്ട് വരുന്ന ഒരു വൾണറബിലിറ്റിയാണ്. കഴിഞ്ഞ കേസിൽ അങ്ങനെയല്ലായിരുന്നു, നമ്മളൊരു FTP സെർവറാണ് ഹാക്ക് ചെയ്തത്. ഇവിടെ ഇതത്ര സജസ്റ്റബിൾ അല്ല. എന്നാലും ഒഴിവാക്കേണ്ട കാര്യമല്ല. നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ തീർച്ചയായും ചെയ്യേണ്ട, ഇങ്ങനൊരു വൾണറബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും നമുക്കവിടെ ചിലപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ വൾണറബിലിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആക്സസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കുക. ഓൾസോ നമ്പർ ഓൾസോ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.